അതിനെ മുത്തം വെക്കുമ്പോഴുള്ളൊരു കമ്മലിന്റെ ഭാഗം കണ്ടിട്ട് മനസ്സിലാക്കി സങ്കടപ്പെട്ട് വല്ലാതെ കരഞ്ഞുപോയ. ഇപ്പോഴും ഉണ്ട് ഫ്രീസറിൽ ഇഷ്ടം പോലെ തിരിച്ചറിയാത്തത്. സ്വന്തം ഭർത്താവിന് പോലും ഭാര്യനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ലാസ്റ്റ് അവരുടെ താലിയുടെ പേര് കണ്ടിട്ട് മനസ്സിലാക്കിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കയ്യില് മൈലാഞ്ചി ഇട്ടിരുന്നു, അല്ലെങ്കിൽ മോതിരം, അതൊക്കെയാണ് മനസ്സിലാക്കിയത്. ഉരുൾപൊട്ടലിൽ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ ആ മൃതദേഹങ്ങൾ എത്തുമ്പോൾ അവ വൃത്തിയാക്കി അതുപോലെ അത് സംസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കി നൽകുന്ന 3 സ്ത്രീകളാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നിങ്ങൾ ഇതിന്റെ വളണ്ടിയേഴ്സ് ആയിരുന്നു? അതെ, ഞങ്ങളിത് എൻ്റെ വളണ്ടിയേഴ്സ് ആയിരുന്നു. IRWയുടെ ടീമിന്റെ വളണ്ടിയേഴ്സായിട്ട് കോഴിക്കോട് നിന്നും വന്നതാണ്. ഞങ്ങൾ ഇവിടെ വരുന്ന ബോഡികൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അവർക്ക് കഫൻ ചെയ്ത് എങ്ങനെയാണോ അത് സംസ്കരിക്കേണ്ടത് ആ രൂപത്തിലാക്കി ചെയ്തു കൊടുത്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത്. ഇപ്പം നിലമ്പൂരിൽ നിന്നുള്ള ബോഡികളാണ് നിലവിൽ ഇവിടെ നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നത്? അതെ, ഒരു ചെറിയ കുട്ടീന്റെ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു, അത് അതിന്റെ ബന്ധുക്കൾക്ക് വിട്ടെടുത്ത് മറവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ചിലരെയും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ എത്തുന്നതെന്ന് പലരും പറയുന്നു. അങ്ങനെ തന്നെയാണ്. ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ ഒരു കേസ് വന്നപ്പോൾ മകളിട്ട കമ്മലിന്റെ രൂപം നോക്കി മനസ്സിലാക്കിയ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. ഒരു വീട്ടിലെ 16 അംഗങ്ങളിൽ ഒരു കുട്ടി മാത്രം ബാക്കിയായി. ആ കുട്ടിയുടെ സഹോദരിയാണ്, 7 വയസ്സുള്ള കുട്ടി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്. പക്ഷെ അതിന്റെ ഉമ്മ അതിനെ മുത്തം വെക്കുമ്പോഴുള്ളൊരു കമ്മലിന്റെ ഭാഗം കണ്ടിട്ട് മനസ്സിലാക്കി സങ്കടപ്പെട്ട് വല്ലാതെ കരഞ്ഞുപോയ. ചെയ്തു കൊടുക്കുന്ന സമയത്ത് വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു ഇന്നലെ കിട്ടിയ ബോഡി. അതുപോലെ തന്നെ ഇന്ന് കിട്ടിയതോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് അവരുടെ മാനസികാവസ്ഥ. ബാക്കിയുള്ള ബന്ധുക്കളെ മാനസികാവസ്ഥ അതാണ്. ചെയ്തു കൊടുക്കുന്ന ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. പൂർണ്ണ രൂപത്തിലുള്ള ബോഡി കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ബോഡിയെല്ലാം വരുന്നതെന്നാണല്ലോ പറയുന്നത്. ബോഡി അങ്ങനെ വരുന്നതുണ്ട്, പാർട്സായിട്ട് വരുന്നതുണ്ട്, അല്ല മുഴുവനായിട്ട് കിട്ടുന്നതുണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ അത് വല്ലാത്തൊരവസ്ഥ. പാർട്സ് തന്നെ ഉണ്ട്. ഇന്നത്തെ വന്നത് ബോഡിയുടെ മുഴുവൻ ഭാഗങ്ങളില്ലാത്തതാണ്. ഇന്നലെ ഞങ്ങൾ കമ്മ്യൂണിറ്റി അവിടെ മറ്റേ മോർച്ചറിയിലായിരുന്നു. അവിടെ വയനാട്ടിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളായിരുന്നു. ഇവിടെയാണ് പിന്നെ നിലമ്പൂരിൽ നിന്ന് വന്ന അഴുകിയ ബോഡികൾ കിട്ടുന്നത്. നിലമ്പൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് കൂടുതൽ അഴുകിയിട്ട് ഇവിടെ ഉള്ളത്. കുറേ മൃതദേഹങ്ങളുണ്ട് തിരിച്ചറിയാത്തതുകൊണ്ട്. തിരിച്ചറിഞ്ഞതാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. തിരിച്ചറിഞ്ഞ് ഐഡന്റിഫൈ ചെയ്തത് ഞങ്ങളെ ഏൽപ്പിക്കുന്നത്, ഞങ്ങൾ കഫൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോഴും ഉണ്ട് ഫ്രീസറിൽ ഇഷ്ടം പോലെ തിരിച്ചറിയാത്തത്. ചെയ്യാൻ പറ്റാത്ത ബോഡികൾ ഇനിയും റൂമിൽ കിടക്കുന്നുണ്ട്. ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം ഭർത്താവിന് പോലും ഭാര്യനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ലാസ്റ്റ് അവരുടെ താലിയുടെ പേര് കണ്ടിട്ട് മനസ്സിലാക്കിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഭാഗങ്ങളായിട്ട് എത്തുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിലായി പോവാണ് ശരീരം. അതാണ് ഇന്നത്തെ അവസ്ഥ. ചിലര് മൈലാഞ്ചി ഇട്ടതൊക്കെ കയ്യില് മൈലാഞ്ചി ഇട്ടിരുന്നു, അല്ലെങ്കിൽ മോതിരം, അതൊക്കെയാണ് മനസ്സിലാക്കിയത്. അതാണ് മൈലാഞ്ചിയുടെ ഭാഗങ്ങള്, മോതിരത്തിന്റെ ഭാഗം, അതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ ബോഡികളും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന ബന്ധുക്കളുടെ ഒരു അവസ്ഥയെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവരിത് നോക്കി കണ്ണീരോടെ തിരിച്ചു പോകുന്ന അവര് കൊണ്ടുവരുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ചിലര് നല്ലതായിട്ട് കരയുന്നുണ്ട്, ചിലരിങ്ങനെ താങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് ആ വളണ്ടിയേഴ്സ് തന്നെ നല്ലോണം ആശ്വസിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഒക്കെ ആദ്യം മുൻകൂട്ടി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ധാരണ കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? നിങ്ങളാണ് ഇപ്പോൾ ഇത് വരുന്ന പാർട്സ് ആണെങ്കിലും മുഴുവൻ മൃതദേഹങ്ങളാണെങ്കിലും നിങ്ങളാണ് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ കാണുന്നത് നിങ്ങളാണ്. കാണുമ്പോൾ ആദ്യം ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ പിന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞത് അംഗീകരിക്കല്ലാണ്ട് രക്ഷയില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതിനെ സംഭരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു മോനെ അവന്റെ പെങ്ങള എന്ത് ചെയ്യണം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ചെയ്തു തരണം. അന്നേരം ഓൻ പറഞ്ഞു അവന് വീട്ടുകാരോട് ചോദിക്കാൻ പോലുള്ള സംഗതി ഇല്ല, ഓന്റെ വീട്ടിൽ ആരും ബാക്കിയില്ല, ആരോട് ചോദിക്കാനാ, എന്നിട്ട് അതുപോലുള്ള. അന്നേരം ഓൻ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് തന്നോന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഓനത്രേ ഉള്ളൂ പറയാൻ, വേറെ ബന്ധുക്കളായിട്ട് പോലും ആരുമില്ല. അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാൽ കഴിയും വിധം സഹായിക്കാണ്, എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. കഫൻ ചെയ്ത് വിടുക എന്നുള്ള കവളപ്പാറയിലെ അവസ്ഥയായിരുന്നു അത്. ഇത്രയൊരു ഭീകരമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്.
ഈ IRWയുടെ ലേഡീസ് എല്ലാം തന്നെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വളണ്ടിയേഴ്സ് ഇത് രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നത് പിടിക്കാനും IRWയുടെ വനിതാംഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? അവിടുത്തെ വളണ്ടിയേഴ്സ് ഉണ്ട്. നിലമ്പൂരാണ് ആദ്യ ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നിട്ട് തന്നെ അതിന് സജ്ജമായതുകൊണ്ടാണ് ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചത്. IRWയുടെ വനിതാ പ്രവർത്തകരാണ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ മൃതദേഹം വൃത്തിയാക്കി അത് സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങൾ എടുക്കാനും ഈ IRWയുടെ വനിതാ പ്രവർത്തകർ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നത് തങ്ങളാൽ കഴിയും വിധം ഈ ദുരിതഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് മനസ്സ് കല്ലാക്കിക്കൊണ്ട് ഇവർ ഈ പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത്.